നമസ്കാരം. കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ചീര ഇട്ടിരുന്ന സൈറ്റായിരുന്നു. ഇപ്പോൾ ചീരയെല്ലാം വെട്ടി മാറി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത് വെണ്ടയാണ്. ഇപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഏകദേശം ഒരു 300 മൂട് വെണ്ട നടാൻ വേണ്ടിയിട്ടുള്ള കുഴിയെല്ലാം ഞാൻ എടുത്തായിരുന്നു. അതിനുശേഷം കുമ്മായവും ഇട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ്, അപ്പോൾ കുമ്മായം ഇട്ടതിന് ശേഷം കോഴിവളവും അതുപോലെ തന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും, ഇപ്പോൾ ഞാൻ സൂപ്പർ മീൽ എന്ന് പറയുന്ന ഒരു ജൈവവളവും കൂടി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് തൈ നടാൻ സമയമായി. ഇപ്പോൾ 15 ദിവസമായി കുമ്മായം എല്ലാം കൊടുത്തിട്ട്. അപ്പം നമുക്കിനി തൈ നടാം. അപ്പോൾ തൈ നടുന്നതിന് മുൻപായിട്ട് നമുക്ക് 1-2 കാര്യങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വിളകളും നടുന്നതിന് മുന്നേ തന്നെ PGPR, വാമ് ഇതെല്ലാം സാധാരണയായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെണ്ട കൃഷിയിലും നമുക്ക് PGPR ഫസ്റ്റ്, അതും അതുപോലെ തന്നെ വാമും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഇത് നമ്മൾക്ക് കുഴിയെടുത്ത് കുമ്മായം ഇട്ട് കോഴിവളം എല്ലാം ഇട്ട് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആദ്യമായിട്ട് ഇനി ഈ കുഴിയിലേക്ക് പിന്നെ വാമും PGPR, അപ്പോൾ ഫസ്റ്റിലേ നമുക്ക് PGPR കൊടുത്ത് മണ്ണിൽ നല്ലതുപോലെ ഇളക്കി ചേർക്കാം. അപ്പോൾ ഇത് PGPR ഫസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഒരു സമ്മിശ്ര കൂട്ടാണ് ഇതിൻ്റെത്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇതിൻ്റെ അകത്ത് ഓരോ കുഴിയിലും ഒരു 5 ഗ്രാം മതിയാവും. ഒരു കുഴിയിൽ 1 മൂട് വെണ്ടയാണ് നമ്മളൊരു കുഴിയിൽ വെക്കുന്നത്. അതുകൊണ്ട് ഒരു 5 ഗ്രാം വെച്ചിട്ട് നമുക്ക് ഈ കുഴിയിൽ ഇട്ടിട്ട് നല്ലപോലെ മണ്ണ് ഇളക്കി ചേർത്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അത് മണ്ണിൽ ഇളക്കി ചേർക്കണം. നമ്മൾ PGPR ഫസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തൈ നടാം. തൈ നടുന്നതിന് മുന്നേ നമുക്ക് കുഴിയെടുത്തിട്ട് കുഴിയിൽ ചെറിയൊരു കുഴിയെടുത്ത് ആ തൈ നടുന്ന കുഴിയിൽ തന്നെ നമ്മൾ ഒരു നുള്ളു വാമ് ഇട്ടാണ് നമ്മൾ നടുന്നത്. എല്ലാ കൃഷിയിലും ഞാൻ ഈ PGPRും വാമും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ചെടി നല്ല പുഷ്ടിയായിട്ട് വളരുന്നതിനും ഈ വാം ഇടുന്നത് വളരെ നല്ലതാണ്. മൈക്രോറൈസ എന്ന് പറയുന്നൊരു ജീവാണുവാണ് ഈ വാമ്. വേര് പടലങ്ങൾ പുഷ്ടി ആവുന്നതിനും ചെടി നല്ല പുഷ്ടിയോടുകൂടി വളരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാമ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇനിയിപ്പോൾ കുഴി എടുത്ത് അതിലേക്ക് തൈ നടാം. അപ്പോൾ നമ്മൾ ട്രേയിൽ പാവി റെഡിയാക്കി ഒരു 5 ഇലയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന വെണ്ടയുടെ തൈയാണ് ഇത്. സാമ്രാട്ട് എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനം വെണ്ടയാണ്. ഇപ്പോൾ ഞാനത് വീട്ടിൽ റെഡിയാക്കി ഏകദേശം ഒരു 10-400 മൂട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് നടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് തൈ നല്ല പുഷ്ടിയായിട്ടിരിക്കുകയാണ്. നല്ല ചൂട് സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തൈ നടുമ്പോൾ എങ്ങനെയായാലും രാവിലെയും വൈകുന്നേരത്തും നല്ലതുപോലെ നമ്മൾ നന കൊടുത്താൽ മാത്രമേ തൈ മുകളിലോട്ട് വരത്തുള്ളൂ. അപ്പം നമുക്കിനി അടുത്തായിട്ട് നമ്മുടെ കുഴിയെടുത്ത് ചെറിയ കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് വാമിട്ടതിന് ശേഷം നമുക്ക് തൈ നടാം. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു കുഴി എടുത്തതിന് ശേഷം ആ കുഴിയിലേക്ക് നമ്മൾ ഒരു നുള്ളു വാമ് ഈ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ കുഴിയിൽ ആ വാമ് വരത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മൾ തൈ നടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ വേര് പടലങ്ങൾ കറക്റ്റായിട്ട് ആ വാമിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ തൈ നടാൻ.
അപ്പോൾ ഇതൊരു 300 മൂട് വെണ്ടയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിമാൻഡാണ് വെണ്ടയ്ക്കൊക്കെ എപ്പോഴും. നല്ല പരിചരണം ഇപ്പോൾ വെണ്ടയ്ക്ക് നമ്മൾ കൊടുത്താലേ പറ്റത്തുള്ളൂ. ഒന്നാമത്തത് ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് അത്രയും നനയ്ക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും തണലിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല കെയർ ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ വെണ്ടയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ചൂട് സമയമായതുകൊണ്ട് നമ്മൾ ഈ തൈ നട്ടതിന് ശേഷം ഇതിൻ്റെ മൂട്ടിൽ പൊത ഇട്ട് കൊടുക്കണം. പൊത ഇടുമ്പോൾ ഇതിൻ്റെ ഈ വലിയ ഉണക്കായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മൂട്ടിൽ ഈർപ്പം നിൽക്കുകയും ചെടി ഗ്രോത്ത് ആയിട്ട് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരത്തും നമ്മൾ നനയും കൊടുക്കണം. ഇനി ഈ വെണ്ട കൃഷി, ഇതിൻ്റെ വളങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.